ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തേസ് ടോക്സ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടോക്സിലേക്ക് കിടക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ സംസാരിച്ചിരുന്നത് വിസിറ്റ് വിസയെക്കുറിച്ചാണ്. വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിച്ച് യു എയിൽ വരുന്നവരുടെ കാര്യങ്ങൾ സംസാരിച്ചൊരു വീഡിയോ ആയിരുന്നു. ഇന്നും അത് തന്നെ. വിസിറ്റ് വിസ നിയമങ്ങളിൽ യു എ സർക്കാർ ഗണ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മാസം മുമ്പ് തന്നെ വിസിറ്റ് വിസയിൽ യു എയിൽ വരുന്നവർക്ക് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതായത് 1 ലക്ഷം ഇന്ത്യൻ മണി അല്ലെന്നുണ്ടെങ്കിൽ 4000-ഓളം ദിർഹംസ് കയ്യിലുണ്ടാവണം. പിന്നെ നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യണത് അതിൻ്റെ ഒരു ഹോട്ടൽ റിസർവേഷനാണ് നമ്മുടെ കയ്യിൽ വേണം. അല്ല നമ്മളിനി ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ കൂടി നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അതിന് മതിയായ രേഖകൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് യു എയിലെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ നിയമം വന്ന് കുറച്ചൊക്കെ ആയി എല്ലാം നോർമലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ യു എയിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യു എയിലെ പൊതുമാപ്പ് ഡിസംബർ 31 വരെയാണ് യു എയിലെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുമാപ്പ് എന്ന് പറയുമ്പോൾ അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്. യു എയിൽ അനധികൃതമായിട്ട്, അതായത് വിസ ഇല്ലാതെ, വിസ കാലാവധി കഴിഞ്ഞ് യു എയിൽ അനധികൃതമായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം അപേക്ഷ സമർപ്പിച്ച് പൊതുമാപ്പ് ലഭിച്ച് സ്വന്തം നാടുകൾ, സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകാനുള്ള അവസരം യു എ സർക്കാർ ഒരുക്കുന്നതാണ് പൊതുമാപ്പിലൂടെ. അപ്പോൾ ഈ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിസിറ്റ് വിസ നിയമങ്ങളിലും കാര്യമായ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ ആദ്യമായിട്ട് വിസിറ്റിന് വരുന്നവർക്കായിരുന്നു നിബന്ധനകൾ കർശനമാക്കിയിരുന്നെങ്കിൽ ഇപ്പം വിസിറ്റ് റിന്യൂ ചെയ്യാൻ പോകുന്നവർക്കും ഇതേ സെയിം പ്രശ്നമാണ് നേരിടുന്നത്. അപ്പം വിസിറ്റ് റിന്യൂ ചെയ്യാൻ വേണ്ടി മസ്കറ്റിലും ബഹ്റൈനിലും കൃഷിയിലും ഒക്കെ പോയിട്ട് വരുന്നവരും ഇതേപോലെ തന്നെ ഈ 1 ലാഖിന് സമാനമായ തുക കയ്യിൽ കരുതുകയും ഈ ഹോട്ടൽ റിസർവേഷനും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക, ആ രേഖകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യണമെന്നാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. അപ്പം വിസിറ്റ് റിന്യൂ ചെയ്യാൻ പോകുന്നവരും ആദ്യമായിട്ട് വരുന്നവരും എല്ലാം ഇത്തരം രേഖകളെല്ലാം കയ്യിൽ കരുതേണ്ടതാണ്. അപ്പം അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ട് മാത്രം നിങ്ങൾ വിസിറ്റ് റിന്യൂ ചെയ്യാൻ പോകാവുള്ളൂ. അല്ലെങ്കിൽ എയർപോർട്ടിലും ഹോട്ടലിലും ഒക്കെ വന്ന് പെട്ടുപോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പം ഇനി ഇതുപോലുള്ള കുഞ്ഞു എനിക്കെല്ലാ കാര്യങ്ങളും അറിയൊന്നുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.